ഒരു പുതിയ മൈക്രോവേവ് ഓവൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതുപോലെ തന്നെ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോണത്. നിങ്ങളൊരു മൈക്രോ ഓവൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ മൈക്രോ ഓവൻ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ചൂടാക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കണ്ട, ഗ്രില്ല് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മോഡൽ സോളോ എന്ന് പറയുന്ന മോഡലാണ്. എന്നുവെച്ചാൽ ചൂടാക്കാൻ മാത്രമായിട്ടുള്ള മോഡൽ. ഇനി നിങ്ങൾക്ക് ചൂടാക്കുകയും ചെയ്യണം, ഗ്രില്ലും ചെയ്യണം, കേക്ക് ഉണ്ടാക്കണ്ടെന്നാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട മോഡൽ ഗ്രില്ലെന്ന് പറയുന്ന മോഡലാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചൂടാക്കുകയും ചെയ്യണം, ഗ്രില്ലും ചെയ്യണം, കേക്കും ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കൺവെക്ഷൻ എന്ന് പറയുന്ന മോഡലാണ്. ഇത്തരത്തിൽ 3 മോഡലുകളാണ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ആവശ്യം എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോ ഓവൻ സെലക്ട് ചെയ്യേണ്ടത്. എല്ലാ മൈക്രോ ഓവൻ്റെയും പ്ലഗ് വരുന്നത് പവർ പ്ലഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്തൊക്കെ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു മൈക്രോ ഓവൻ പുതിയത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ പേടി എന്നുള്ളത് കറണ്ട് കൺസപ്ഷനെ പറ്റിയുള്ളതായിരിക്കും. കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ, അതെങ്ങനെയാണ് വന്നത്, അപ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ ഒരു മൈക്രോ ഓവനിൽ ഏത് പ്രോഗ്രാമാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനാണ് കൊടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ നമുക്ക് ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ വന്നത്. നിങ്ങളിപ്പോൾ ഒരു മൈക്രോ ഓവനിൽ ചൂടാക്കാൻ മാത്രം ഉപയോഗിക്കണുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഒരു 800 വാട്ട്സ് ഒക്കെ എടുക്കുള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ഗ്രില്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1200 വാട്ട്സ്, കേക്ക് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ 2000 വാട്ട്സ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ വരുന്നത്. ഓവൻ്റെ വലിപ്പം അനുസരിച്ച് ഇതിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു മാത്രം. 1000 വാട്ട്സ് ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 1 യൂണിറ്റ് കറണ്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ മൈക്രോ ഓവനിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് കൺസപ്ഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറവായിരിക്കും. നിങ്ങളുടെ മൈക്രോ ഓവനിൽ മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫംഗ്ഷനിൽ മെറ്റൽ ബേസ് അല്ലാത്ത എല്ലാ പാത്രവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റൽ ബേസ് എന്ന് പറയുന്നത് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, പിച്ചള, അതുപോലെ തന്നെ അലുമിനിയം പാത്രങ്ങൾ, ഇതൊന്നും നമുക്ക് മൈക്രോവേവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ ബോറോസിലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ സാധിക്കും. മൈക്രോവേവ് സപ്പോർട്ടഡായുള്ള ഫൈബർ പാത്രങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. എന്തിനേറെ നമുക്ക് മൺപാത്രങ്ങൾ വരെ നമുക്ക് ഒരു മൈക്രോവേവ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ സാധിക്കും. മെറ്റൽ ബേസ് ആ ഒരു ടൈപ്പ് ഒരു പാത്രങ്ങളും നിങ്ങൾക്ക് മൈക്രോ ഓവനിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം മൈക്രോവേവ് രശ്മികൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കടന്നു പോവില്ല. അതാണ് അതിൻ്റെ കാരണം. നിങ്ങൾക്കത് ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ പൊട്ടണ സൗണ്ടൊക്കെ കേൾക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം പാത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. മൈക്രോ ഓവനിൽ രണ്ടാമത്തെ ഫംഗ്ഷനായ ഗ്രില്ല് ഫംഗ്ഷനിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഗ്രില്ല് റാക്കുകൾ കിട്ടും. അതിപ്പോൾ ഗ്രില്ല് ഓവൻ ആണെന്നുണ്ടെങ്കിലും കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ 2 ഗ്രിൽ റാക്കുകൾ സാധാരണ കിട്ടാറുണ്ട്. ഈ 2 ഗ്രിൽ റാക്കുകളിൽ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ ചിക്കനോ മീനൊക്കെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഗ്രില്ല് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിങ്ങൾ ചില്ല് പാത്രങ്ങളോ അല്ലെങ്കിൽ ഓവൻ സപ്പോർട്ടഡ് ആയുള്ള ഫൈബർ പാത്രങ്ങൾ ഉപയോഗിച്ചാൽ പോലും അത് ഉരുകി പോകാനും അത് പൊട്ടിപ്പോകാനും കാരണമാകും. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ഒഴിവാക്കുക. നമുക്ക് ഗ്രില്ല് ഫംഗ്ഷനാണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ അതിൽ ഗ്രിൽ റാക്കുകൾ വെച്ച് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ ഫംഗ്ഷനായ കൺവെക്ഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ കട്ടി കുറഞ്ഞ അലുമിനിയം പാത്രങ്ങളായിരിക്കും ഏറ്റവും നല്ലത് അതിൽ ഉപയോഗിക്കാനായിട്ട്. വീണ്ടും പറയുന്നു, കട്ടി കുറഞ്ഞ പാത്രങ്ങളാണ് നമുക്ക് കൺവെക്ഷൻ ഓവനുകളിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത്. മെയിനായിട്ട് കേക്ക് ഉണ്ടാക്കാനല്ലേ യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടി കുറഞ്ഞ അലുമിനിയം പാത്രങ്ങളായിരിക്കും ഏറ്റവും നല്ലത്. കട്ടി കൂടിയ പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേവ് കുറവായിരിക്കും, ഒത്തിരി സമയം നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഓവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അതിനുള്ള കാരണം നിങ്ങളുടെ പാത്രത്തിന് കട്ടി കൂടിയിട്ടാണ്. വളരെ കട്ടി കുറഞ്ഞ അലുമിനിയം പാത്രങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക കൺവെക്ഷൻ ഫംഗ്ഷനിൽ. നിങ്ങളുടെ മൈക്രോ ഓവനിൽ നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകൾ ചൂടാക്കണ സമയത്ത്, ഇപ്പോൾ ഇറച്ചി ഇതൊക്കെ നമ്മൾ ചൂടാക്കണ സമയത്ത് അതിങ്ങനെ പൊട്ടിയിട്ട് അതിൻ്റെ മുകളിലും അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെ നിറച്ച് ഇങ്ങനെ ഒരു ഇത് വന്ന് പറ്റി പിടിച്ച് ആ നെയ്യൊക്കെ വന്ന് പറ്റി പിടിച്ചിരിക്കാൻ കാരണമാകും. നമുക്കൊക്കെ അറിയാവുന്നതാണ്, നിങ്ങൾ ചെയ്യണമല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ പരമാവധി ഒരു പാത്രത്തിൽ വെച്ച് അത് ചൂടാക്കുന്ന സമയത്ത് അത് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഇത് വെച്ച് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയണ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അത് ക്ലീൻ ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള പണിയല്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എന്തെങ്കിലും വെച്ച് കവർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അത് എടുക്കാനും അതേപോലെ ക്ലീൻ ആക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി കിട്ടും. നിങ്ങളുടെ മൈക്രോ ഓവൻ്റെ ഉൾവശം ക്ലീൻ ആക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാവിറ്റിയൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നമ്മളിപ്പോൾ ചിക്കനോ അങ്ങനെ നെയ്യായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ചും അഴുക്ക് പിടിക്കും, അല്ലെങ്കിൽ ആ ഒരു നെയ്യൊക്കെ പിടിക്കും. അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് നിങ്ങളൊരു പാത്രത്തിൽ, ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കുക, മൈക്രോ ഓവനിൽ ചൂടാക്കി കൊടുക്കുക. ചിലതിൽ ഡയറക്റ്റ് പ്രോഗ്രാം കിടപ്പുണ്ടാവും, വേപ്പർ ക്ലീൻ എന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാം കിടപ്പുണ്ടാവും. അതില്ലാത്ത മോഡലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ട് അത് ചൂടാക്കുക. ചൂടാക്കുന്ന സമയത്ത്
സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ആ ഒരു നീരാവി നിറയും, അങ്ങനെ നമുക്കത് ക്ലീൻ ആക്കാൻ സാധിക്കും. ആ രീതിയിൽ അത് നീരാവി നിറഞ്ഞു കഴിയുമ്പോൾ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കതിങ്ങനെ തുടച്ചെടുക്കാൻ സാധിക്കും. ആ രീതിയിലാണ് ഒരു മൈക്രോ ഓവൻ ക്ലീൻ ആക്കേണ്ടത്. നിങ്ങളുടെ ഓവൻ ക്ലീൻ ആക്കുന്ന സമയത്ത് ഈ ഒരു ഫിൽറ്ററിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊരു ഫിൽറ്റർ വരുന്നുണ്ട്. ആ ഒരു ഫിൽറ്ററിൻ്റെ ഭാഗം എത്തുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ കുറച്ച് ബലം പിടിച്ചൊക്കെ നിങ്ങളത് ക്ലീൻ ആക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഒടിഞ്ഞു പോകും, ആ ഒരു ഫിൽറ്റർ ഒടിഞ്ഞു പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ആ ഒരു ഭാഗത്ത് ക്ലീൻ ആക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓവൻ്റെ ഉൾവശം ക്ലീൻ ആക്കുന്ന കേസ് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഒരു മൈക്രോ ഓവൻ്റെ കൺവെക്ഷൻ മോഡലിൽ മാത്രമാണ് ഉൾവശം സ്റ്റീൽ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഇത് കൺവെക്ഷൻ മോഡലാണ്, അതിൻ്റെ ഉൾവശം സ്റ്റീലായിരിക്കും വരുന്നത്. ഇതിൻ്റെ തന്നെ നമുക്ക് സോളോ ആയാലും ഗ്രില്ലെന്ന് പറയുന്ന മോഡലായാലും എന്ന് വെച്ചാൽ വേറെ മോഡൽസ് 3 മോഡലാണല്ലോ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സോളോ മോഡലായാലും ഗ്രില്ലെന്ന് പറയുന്ന മോഡലായാലും നമുക്കതിൻ്റെ ഉൾവശം വരുന്നത് മെറ്റലായിരിക്കും വരുന്നത്. കൺവെക്ഷൻ വരുന്ന മോഡൽസിലാണ് സ്റ്റീൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ഗ്രില്ല് സോളോ ആ ഒരു മോഡൽ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഉള്ളിൽ അധികം ബലം പിടിച്ച് എന്തെങ്കിലും വെച്ച് ഉരയ്ക്കാനൊന്നും പാടില്ല. കാരണം അത് പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു പ്ലേറ്റ് വരുന്നില്ല, ആ ഒരു ചില്ലിൻ്റെ ആ ഒരു പ്ലേറ്റും അതിൻ്റെ ആ ഒരു റൗണ്ട് വരുന്നില്ല, അതും കറക്റ്റായിട്ട് ക്ലീൻ ആക്കണം. സ്റ്റീലാകുമ്പോൾ അത്രയും കുഴപ്പം വരില്ല. ആ സമയത്ത് സോളോ ആണെങ്കിലും ഗ്രില്ലാണെങ്കിലും അത് മെറ്റലായിരിക്കും വരുന്നത്. അതിൽ വേസ്റ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ക്യാവിറ്റി ഹോള് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തുടയ്ക്കണ സമയത്ത് ഒരു കാരണവശാലും അധികം ബലം പിടിച്ച് തുടയ്ക്കാൻ നിൽക്കരുത്. പെയിൻ്റൊക്കെ ആണെങ്കിൽ അത് പൊളിഞ്ഞു പോകും, അത് തുരുമ്പ് പിടിക്കും. ഒരു മൈക്രോ ഓവൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ഫുഡ് വെച്ചാലും അതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ചൂടായി വരുന്നത്. വെന്ത് വന്നത് സെൻറ്ററിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു മൈക്രോ ഓവനിൽ മുട്ട പുഴുങ്ങാൻ സാധിക്കില്ല. അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ചൂടാകുമ്പോൾ അത് പൊട്ടിപ്പോവും. കാരണം എയർ പുറത്തോട്ട് പോകില്ല, അത് പൊട്ടിപ്പോണ്. അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ എന്ന് വെച്ചാൽ ഫുൾ കവറിങ് ടൈറ്റ് ആയിട്ടുള്ള തിരിക്കുന്ന ടൈപ്പുള്ള പാത്രങ്ങളൊക്കെ ഇല്ലേ, അതിൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് വെച്ച് ചൂടാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രം അടക്കം അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട പുഴുങ്ങുക, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ടൈപ്പ് പാത്രങ്ങൾ ഫുൾ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിൽ നിങ്ങൾ ഫുഡൊന്നും വെച്ച് ചൂടാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ഗ്രിൽ ഓവന് അതുപോലെ കൺവെക്ഷൻ ഓവൻ്റെയൊക്കെ ഉൾവശം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ചില മോഡൽസിൻ്റെയൊക്കെ ഗ്രില്ല് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി നിൽപ്പുണ്ടാവും, ചിലതിൻ്റെ കൺസീൽഡ് ആയിട്ട് കവറിങ് ആയിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കവറിങ് ആയിട്ടുള്ള മോഡലാണ് നിങ്ങൾ കണ്ടേക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ട്യൂബുകൾ കാണാൻ സാധിക്കും. അതിനെ കോട്ട്സ് എന്നാണ് പറയുന്നത്. അതിൽ സെറാമിക് പൗഡർ ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ആ ഗ്രില്ല് താഴത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന മോഡലിനെ പറയുന്നത് ഷീത്ത് എന്നാണ്. അതിന് ആ ഒരു മോഡലിൻ്റെ ആ ഒരു കമ്പീനെ പറയുന്നത് ഷീത്ത് എന്നാണ്. രണ്ടായാലും പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയാണ്. പിന്നെ ഈ ഒരു കോട്ട്സ് ആ ഒരു ട്യൂബ് വരുന്ന മോഡൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും അത് ഉപയോഗിച്ച് കൊടുക്കണം, കൃത്യമായിട്ട് അത് യൂസ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ആ സമയത്ത് ഷീത്താണെന്നില്ല ആ ഒരു കമ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത് കംപ്ലൈൻറ്റ് ചാൻസ് കുറവായിരിക്കും. അതുപോലെ തന്നെ വില കൂടിയ ഓവനുകളിൽ നമുക്ക് കണ്ടുവരുന്നത് ഷീത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പി ആയിരിക്കും വരുന്നത്. വില കുറഞ്ഞ മോഡൽസിലൊക്കെ വരുന്നത് ട്യൂബുകളായിരിക്കും. നമ്മൾ മൈക്രോ ഓവനിൽ ഫുഡൊക്കെ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫുഡ് വേസ്റ്റൊക്കെ ആ ഒരു ഗ്രില്ലിലൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രില്ലിലാണെങ്കിലും ട്യൂബിലൊക്കെ ആണെങ്കിലും പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാൻ ചിലർക്ക് പറ്റണം എന്നില്ല, ചിലപ്പോൾ അത് സാധിക്കണം എന്നില്ല. പിന്നീട് നമ്മൾ എന്തെങ്കിലും ഗ്രില്ല് ചെയ്യാനോ ഒക്കെ നമ്മൾ ആ ഒരു ഗ്രിൽ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഈ ഗ്രില്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഫുഡ് വേസ്റ്റ് കരിയാൻ തുടങ്ങും. അങ്ങനെ പല കരിഞ്ഞ സ്മെല്ല് വരും, അതുപോലെ പുക വരും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കേണ്ടെന്നാണ് പറഞ്ഞു വന്നത്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ഗ്രില്ലിൽ എന്തെങ്കിലും പറ്റി പിടിച്ചിരിക്കണ്ടോന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ഒരു സ്മെല്ല് വന്നത് അല്ലെങ്കിൽ ആ ഒരു പുകയൊക്കെ വന്നത്. നിങ്ങളുടെ വീട്ടിൽ ചൂടാക്കാൻ മാത്രമായിട്ടുള്ള സോളോ ടൈപ്പ് ഓവനാണ് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രില്ല് ഉണ്ടാക്കണം, അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു OTG വാങ്ങിച്ചാൽ മതി. അതിൽ നമുക്ക് ഗ്രില്ലും ചെയ്യാം, കേക്കും ഉണ്ടാക്കാൻ പറ്റും. ചൂടാക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണങ്ങൾ നമുക്ക് ചൂടാക്കി കറക്റ്റായിട്ട് നമുക്ക് ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് മാത്രം. OTGക്ക് വിലക്കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് OTG വാങ്ങിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഓവനിൽ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു പാൻ നമുക്ക് ഗ്രിൽ സ്റ്റാൻഡ് വരുന്നില്ല 2 എണ്ണം, അതിൽ ആ ഒരു ചെറിയ ഗ്രിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു കേക്കിൻ്റെയൊക്കെ അടിവശം നല്ല രീതിയിൽ അത് വെന്ത് വരാൻ അല്ലെങ്കിൽ ആ ഒരു ബ്രൗണിഷ് കളറാവാനൊക്കെ സഹായിക്കും. കാരണം ആ ഒരു ഹീറ്റ് താഴത്തേക്കൊക്കെ ഇറങ്ങും. നേരെ ആ ഒരു ചില്ലിൽ ആ ഒരു ബോട്ടം പ്ലേറ്റിൽ മുട്ടിച്ച് വെക്കണതിനേക്കാളും ഏറ്റവും നല്ലത് ആ ഒരു ചെറിയ ഗ്രിൽ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉപയോഗിക്കണമായിരിക്കും. നിങ്ങൾ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നിങ്ങൾ ഓവൻ വാങ്ങിക്കണേക്കാളും കുറച്ചും കൂടി നല്ലത് OTG വാങ്ങിക്കണമായിരിക്കും. അല്ലെങ്കിൽ റൗണ്ട് ഓവൻ വാങ്ങിക്കാൻ കിട്ടും, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. നിങ്ങളുടെ ഓവനിൽ 2 ഗ്രിൽ സ്റ്റാൻഡ് ഉണ്ടാവും.
രണ്ടും രണ്ട് വലിപ്പത്തിലുള്ളതായിരിക്കും. ഒരെണ്ണം ചെറുതും മറ്റത് കുറച്ചുകൂടി വലിയ ടൈപ്പ് ആയിരിക്കും. അതെന്തിനാ അങ്ങനെ കൊടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്രില്ലിനൊക്കെ എന്നുവെച്ചാൽ ആ ഗ്രില്ലാവണ ഇതിലേക്ക് കുറച്ചുകൂടി അടുത്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചൂടാവുള്ളൂ, പെട്ടെന്ന് അത് ഗ്രില്ലാവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആ ഒരു രണ്ട് വലിപ്പത്തിലുള്ള ഗ്രിൽ സ്റ്റാൻഡ് കൊടുത്തേക്കണത്. ഒരു മൈക്രോ ഓവൻ്റെ പ്രധാന ശത്രു എന്ന് പറയുന്നത് ചെറിയ പാറ്റകൾ, ഉറുമ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങിയാലൊക്കെ അത് ഷോർട്ടായിട്ടൊക്കെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ഉപയോഗം കഴിഞ്ഞിട്ട് അതൊന്ന് കവർ ചെയ്തിടാൻ ശ്രദ്ധിക്കുക. ഉപയോഗിക്കുന്ന സമയത്ത് കവർ ചെയ്തിടരുത്. കവറിംഗ് ഒക്കെ മാറ്റിയിട്ട് ആ ഒരു ഹീറ്റ് പുറത്തോട്ട് പോണ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ മൈക്രോ ഓവൻ കണക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ കേബിൾ വഴിയൊന്നും ഒരു കാരണവശാലും അത് കണക്ട് ചെയ്യാൻ പാടില്ല. യൂസർ മാനുവലിൽ തുടക്കം തന്നെ ആദ്യം തന്നെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ രീതിയിലൊന്നും നിങ്ങളത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എർത്ത് കണക്ഷനും പ്രോപ്പറായിട്ട് അത് കൊടുത്തിരിക്കണം. നിങ്ങളുടെ ഓവൻ എത്രമാത്രം ഉപയോഗിക്കുന്നു അത്രയും ഓവന് കംപ്ലൈൻറ്റ് കുറവായിരിക്കും. ആ സമയത്ത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അത് കംപ്ലൈൻറ്റ് ചാൻസ് കൂടുതലായിരിക്കും. അത് കംപ്ലൈൻ്റ് ആയി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഓവൻ ഇടയ്ക്കെങ്കിലുമൊക്കെ അത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഓവൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലഗ് ഊരിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷനൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഓവൻ്റെ SMBS ഒക്കെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറേ കംപ്ലൈൻറ്റുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓവൻ പലരും പുറത്തുനിന്നൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലഗ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഒരു പ്ലഗ് ഒന്നില്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇവിടുത്തെ പ്ലഗ് അതിൽ കണക്ട് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തണ ആ ഒരു സോക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു സോക്കറ്റ് നമുക്ക് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സോക്കറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു സോക്കറ്റ് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു സ്ക്വയർ പ്ലഗ് തന്നെ നമുക്ക് ഡയറക്റ്റ് അതിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ലാസ്റ്റായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവൻ നിങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങളതിൽ കുക്ക് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ അത് ശരിയാവില്ല, വേവില്ല. ഇത്രേ അതിൽ സംഭവിക്കാനുള്ളൂ. നിങ്ങളത് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് അത് പഠിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളത് ഉപയോഗിക്കാണ്ടിരിക്കുകയാണെങ്കിൽ അത് ഓവൻ കംപ്ലൈൻ്റ് ആയി പോവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക.